എല്ലാവർക്കും ലൂമിനസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ സന്തോഷേൻ്റെ അടുത്താണ്, പാമ്പാടി സന്തോഷേൻ്റെ അടുത്ത്. നമ്മുടെ വണ്ടിയെല്ലാം സൗണ്ട് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പം സന്തോഷേട്ടൻ സൗണ്ട് ചെയ്താൽ നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തിയുണ്ട്. നമ്മുടെ ഇപ്പം വണ്ടി എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും വരുവാണ്. കംപ്ലയിൻറ്റ് വരാറില്ല സന്തോഷേൻ്റെ സൗണ്ട്. പിന്നെ എന്തെങ്കിലും വരുവാണ് അന്നേരം തന്നെ നമുക്ക് അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ റെഡിയാണ്. സന്തോഷേട്ടന് വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. വണ്ടി സൈറ്റിൽ വന്ന് നോക്കി എന്തെങ്കിലും കംപ്ലയിൻറ്റ് നോക്കണ്ട, പുള്ളിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് അതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മൾ സൗണ്ട് വർക്കിൻ്റെ കാര്യങ്ങൾ ഏകദേശം ഒരു 70% കഴിഞ്ഞു. എന്നാലും ചൊവ്വാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി റെഡിയായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് ജിങ്കി പോകാനുണ്ട്, AC കയറ്റാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി TV യുടെ ബോക്സ് അടിക്കാനുണ്ട്. ഫ്രണ്ടിലെ ബോക്സൊക്കെ ഏകദേശം അടിച്ചാണ്. പിന്നെ അതിൻ്റെ അകത്തുള്ള ന്യൂം വർക്കും കാര്യങ്ങളൊക്കെ വേറെ ആളാണ് ചെയ്യുന്നത്. അത് വഴിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. വണ്ടിയിൽ 6 സ്പീക്കറിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. നമ്മൾ ലീഗലായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതൊരു വെറൈറ്റിയാണ്. അത് വേറെ വണ്ടികളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ സന്തോഷിയുടെ വേറെ വണ്ടിയിലൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി പുറത്തുള്ള വണ്ടിക്കാർ ചെയ്യുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ നമ്മൾ ബെർത്തെ 4 സ്പീക്കറും സീറ്റേൽ 2 സ്പീക്കറോ വരുന്നത്. മൊത്തം 6 സ്പീക്കറാണ് വരുന്നത്. അതൊരു വെറൈറ്റിയാണെന്ന് സന്തോഷിയുടെ പറഞ്ഞത്. എന്നാലും നമുക്കതിൻ്റെ കാര്യങ്ങൾ സൗണ്ട് വർക്കൊക്കെ തീർന്നു കഴിയുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും, കാണിക്കും ഞങ്ങൾ. അപ്പോൾ ഇതാണ് സന്തോഷിയുടെ വീട്. സന്തോഷിയുടെ വീട്ടിൽ തന്നെയാണ് വണ്ടിയുടെ കാര്യങ്ങളും പണിയെല്ലാം നടക്കുന്നത്. ഇതാണ് കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഗോഡൗൺ മുകളിലുണ്ട്. അവിടെ ഇതിൻ്റെ പ്ലൈവുഡ് കാര്യങ്ങൾ കട്ട് ചെയ്യുന്നത്, സ്പീക്കർ ബോക്സ് അടിക്കുന്നതെല്ലാം എല്ലാം വഴിയെ നമ്മൾ കാണിച്ചു തരുന്നതാണ്. ഇവിടെ വണ്ടികളുടെ ഭയങ്കര തിരക്കാണ്. സന്തോഷേട്ടൻ ഒന്നാമത്തെ സമയമില്ല. എന്നാൽ പോലും സന്തോഷേട്ടൻ്റെ കൂടെ നമ്മളും ഹെൽപ്പ് ചെയ്യാൻ കൂടിയായിരുന്നു. സന്തോഷേട്ടൻ നമുക്ക് വേണ്ടി തിരക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് പുള്ളി കുഴപ്പമില്ല നമുക്ക് ചെയ്യാം, അവിടെ കൊണ്ടിടുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാണെങ്കിലും നമുക്ക് അത്ര ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സന്തോഷേട്ടനാണെങ്കിൽ പോലും. പിന്നെ ഇതിനകത്ത് വയറ് വലിക്കുന്ന കാര്യത്തിലൊക്കെ ഞങ്ങൾ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തതിൻ്റെ വീഡിയോസ് കുറേ ഉണ്ട്. നമ്മളിപ്പോൾ ഹെൽപ്പ് ചെയ്തതിൻ്റെയും കുറച്ച് സന്തോഷിൻ്റെയൊക്കെ ഉള്ള വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. പിന്നെ പ്രത്യേകം പറയേണ്ടതാണ് സിബിച്ചിന്, സുബിന്, പിന്നെ ബാക്കിയുള്ളവർ എല്ലാവരും നല്ലപോലെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നമ്മുടെ വണ്ടിയിൽ വണ്ടി എത്ര വന്ന് കിടക്കുന്നുണ്ടെങ്കിലും സന്തോഷേണ്ട ഒരു പണിക്കാരൻ ഈ വണ്ടിയിലുണ്ട് എപ്പോഴും. വ്ളോഗർ ഉറങ്ങുമായിരുന്നു ഗൈസ്. ഇപ്പൊ എഴുന്നേറ്റ് ഞങ്ങൾ പണിയെടുത്തും മടുത്തു, ഉറങ്ങി മടുത്തു. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. എല്ലാവരും നമ്മുടെ വണ്ടിയിലേക്ക് പണി തീർത്തി നടക്കാൻ വേണ്ടി എല്ലാവരും ഇന്നൊക്കെ ചേർന്നാൽ ഞങ്ങൾ കൂടത്തിൽ ചേർന്നേക്കുവാണ്. നമ്മുടെ ചെറുക്കൻ്റെ അകത്തോട്ട് കയറി നോക്കാം. നമ്മുടെ ക്യാബിനും കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നു. ആമ്പും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഏതായാലും 5-6 ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും തീർച്ചയായും നമ്മൾ വണ്ടി പുറത്തിറക്കുന്നതാണ്. നമ്മുടെ ക്യാബിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ്. ഇനി ഇതിൻ്റെ ടക്കർ ഷീറ്റും കാര്യങ്ങളെല്ലാം വരും. ലൈറ്റും വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി. ഇന്ന് നമ്മുടെ റിവേഴ്സ് ക്യാമറയൊക്കെ കയറുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ബെർത്തെ കൂടെ ഉള്ള സ്പീക്കറും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നിയമപ്രകാരം ഉള്ളത് വെക്കുന്നത്. വേറെ കൂടുതലൊന്നും നമ്മൾ ചെയ്യുന്നില്ല ഇപ്പം. പിന്നെ നമ്മളെല്ലാം സീറ്റും യാത്രാസുഖത്തിന് വേണ്ടി ഇച്ചിരി ഫ്രണ്ടിലേക്കെല്ലാം കയറ്റി സെറ്റാക്കിയിട്ടുണ്ട്. കണ്ണപ്പേന്ന് വരുമ്പോൾ സീറ്റിനകത്ത് ഇരിക്കാനായിട്ടുള്ള സ്പേസ് ഇല്ല. നമ്മൾ ആ സീറ്റിനൊക്കെ ശകലം ഗ്യാപ്പൊക്കെ ഇട്ട് ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടുണ്ട്. നമ്മളെ വണ്ടി എങ്ങനെയായിരിക്കും ഇറങ്ങുമ്പോൾ? സൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും നമ്മുടെ വണ്ടിയിൽ? ഏത് വണ്ടിയുടെ കൂട്ടത്തിൽ കൊണ്ടിട്ടാലും വെറിച്ച് നിൽക്കും, സെറ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കി വീഡിയോസ് നമ്മൾ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്.